കൊല്ലം ജില്ലയിലെ ഏറ്റവും മനോഹരമായ ഇടമാണ് അമ്പനാട്. പ്രകൃതിയുടെ മനോഹാരിത തൊട്ടറിയാൻ കഴിയുന്ന നാട്. പക്ഷേ ഇന്ന് ഈ നാട്ടിലെ മനുഷ്യർക്ക് നൊമ്പരപ്പെടുത്തുന്ന അനുഭവങ്ങളാണ് പങ്കുവെക്കാനുള്ളത്. തോട്ടം ചരിത്രത്തിന്റെ അവശേഷിപ്പുകൾ മാത്രമാണ് ഇന്നിവിടെ ഉള്ളത്. ഇതിനൊപ്പം നിസ്സഹായരായ ഒരു കൂട്ടം മനുഷ്യരും. അമ്പനാടിന്റെ മണ്ണിലേക്ക് ന്യൂസ് മലയാളം നടത്തിയ കാഴ്ചയാണ് ഇനി കാണാൻ പോകുന്നത്. സഹ്യന്റെ മടിത്തട്ടിലൂടെയുള്ള മനോഹരമായ യാത്ര. ആർക്കും വേണ്ടാത്ത ആ മനുഷ്യരെ തേടിയുള്ള യാത്ര. മഞ്ഞും മഴയും സദാ പെയ്തിറങ്ങുന്ന അമ്പനാട്. മഴത്തുള്ളികൾക്കിടയിലൂടെ ഇടയ്ക്കിടെ എത്തുന്ന സൂര്യൻ. പച്ചപ്പിനാൽ പരവതാനി വിതച്ച മലം ചെരുവുകൾ, തേയിലച്ചെരുവുകളെ ചുവപ്പണിയിച്ച് ഗുൽമോഹർ പൂക്കൾ. ഉയരെ എത്തിയാൽ അച്ചൻകോവിലും ചെങ്കോട്ടയും ഇളം തമിഴ് കാറ്റും. ഇനി അമ്പനാട്ടെ മനുഷ്യരിലേക്ക്. ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത തോട്ടം മേഖലയിലെ നിഷ്കളങ്കമായ മുഖങ്ങൾ. കേരളത്തിലെ പ്രമുഖ തോട്ടം മാനേജ്മെന്റുകളായ ഹാരിസൺ കമ്പനി, ട്രാവൻകൂർ റബ്ബർ ടീ കമ്പനി, റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ എന്നിവിടങ്ങളിലെ ആയിരക്കണക്കിന് തൊഴിലാളികളാണ് ദുരിതപൂർണമായ ജീവിതം നയിക്കുന്നത്. കൃഷിയായിട്ടൊന്നുമില്ല. റബ്ബറേ ഉള്ളൂ. റബ്ബർ, ഗ്രാമ്പ്, കുരുമുളക്, പിന്നെ തേക്ക്, ഇതുപോലുള്ള സാധനങ്ങളേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. ഇപ്പം 100 കുടുംബം അല്ലെ 110 കുടുംബമുണ്ട്. ഓരോ നാട്ടിൽ മാറി പോകും. പിന്നെ അവർ റിട്ടയർഡാവും. പിന്നെ പുറത്ത് എവിടെ പണിയുണ്ടെന്ന് പറഞ്ഞാൽ പുറത്ത് ഇറങ്ങിപ്പോവും. പിന്നെ ഇവിടെ ഇരുന്നതില്ല. അങ്ങനെയാണ് ഇവിടെ കിടന്നോട് നശിച്ചു. നമ്മൾ പുറത്ത് ഇറങ്ങി എവിടെയെങ്കിലും പോയിരുന്നെങ്കിൽ ടാപ്പിംഗ് മതി. വേറെ പണി ടാപ്പിംഗ് ചെയ്താലും നല്ലപോലെ ജീവിക്കുക, നല്ലൊരു വീടും കൂടുതലൊക്കെ ആയിരുന്നു. ഇവിടെ ഉണ്ട്. കൊല്ലം ജില്ലയിൽ കിഴക്കൻ മേഖലയിലുള്ള സ്വകാര്യ തോട്ടങ്ങളെല്ലാം തന്നെ സർക്കാർ കണക്കിൽ പാട്ടക്കാലാവധി കഴിഞ്ഞതും എപ്പോൾ വേണമെങ്കിലും സർക്കാരിന് ഏറ്റെടുക്കാവുന്നതുമാണ്. ഇവിടെ താമസിക്കുന്നതിൽ ഭൂരിഭാഗവും തമിഴ്, ശ്രീലങ്കൻ വംശജരാണ്. ആശുപത്രി ചെറിയ അതിഥിയെ കൊണ്ടുപോകണം. കുറച്ച് കുളിയെ അത്യാവശ്യത്തിന് പനിയിന് വന്നാലോ കുളിയെ ഒരു ടി കൊടുക്കാനുള്ള കുളിയ സാധനങ്ങളുണ്ട്. ശരി പറയാതെ വെളിയിൽ പോകും. മെച്ചപ്പെട്ട താമസ സൗകര്യവും അടിസ്ഥാന സൗകര്യങ്ങൾ ഉയർത്തുന്നതിലും അധികൃതർ നിസ്സഹകരണം തുടരുന്നതിനാൽ ഈ വിഭാഗങ്ങളിൽപ്പെട്ട പുതുതലമുറ അവരവരുടെ ദേശങ്ങളിലേക്ക് കുടിയേറുകയാണ്. ചില മുതലാളിമാരുടെ കനിവിലാണ് അവശേഷിക്കുന്നവർ അമ്പനാട്ടെ മലമുകളിൽ കഴിയുന്നത്. ആൾക്കാരൊന്നുമില്ല, കുറച്ച് ആൾക്കാർ 13 പോയി. അവരുടെ നാട്ടിൽ പോയി. നമുക്ക് വീടും കൂടില്ലാത്തവരോടെ ഉണ്ട്. ഒരു ആയുസ് മുഴുവൻ ലയങ്ങളിൽ തള്ളി നീക്കി. അതേ ലയങ്ങൾ ഒരു മാറ്റവുമില്ലാതെ അമ്പനാട്ടിലുണ്ട്. മലയിറങ്ങിയവർക്കൊപ്പം തേയില കൃഷിയുടെ പ്രതാപവും ഇവിടെ നിന്നകന്നു. നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാൻ അമ്പനാറിന് ഇനി ഒരിക്കലും കഴിയില്ല. ചുറ്റും കാടും മേടും, കൃഷിയിടങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ. ഇങ്ങനെ കുറെ മനുഷ്യർ ഇവിടെ ജീവിച്ചിരുന്നതായി കാലം തെളിയിക്കട്ടെ. ക്യാമറ പേഴ്സൺ വിജീഷിനൊപ്പം ഷമീർ, ന്യൂസ് മലയാളം 24/7, കൊല്ലം.